ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് നല്ല ചീസി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ടാക്കോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. നല്ല ഹെൽത്തി വേയിലാണ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് ഹെൽത്തി വേയിൽ ഉണ്ടാക്കുന്ന കാരണം നമ്മളിപ്പോൾ ആട്ടയാണ് എടുത്തേക്കുന്നത്. ആട്ടയിൽ നമ്മൾ ഓയിലൊന്നും ഇടുന്നില്ല, ആവശ്യത്തിനല്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ചപ്പാത്തി മാവ് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റാണ് മാറ്റി വയ്ക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാം. ഇത് നമ്മളിപ്പോൾ 1 കപ്പ് ആട്ടമാവാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസ്റ്റേർഡ് ഓയിലാണ് ഇടേണ്ടത്, നമ്മുടെ കടുകെണ്ണയാണ് ഇടേണ്ടത്. ഇത് നമുക്ക് ഒരു 2 ടീസ്പൂൺ കടുകെണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഗാർലിക്കാണ് ഇടേണ്ടത്. നമ്മൾ 2 ഗാർലിക്ക് ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് കടുകെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ശരിക്കും ആ ടേസ്റ്റ് വരാം കേട്ടോ. ടാക്കോസിൻ്റെ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് അപ്പോഴാണ് ശരിക്കും വരാം. ഗാർലിക് ഒന്ന് മൂത്ത് വരട്ടെ. ഇതിന് ശേഷം നമുക്ക് ഒരു ചെറിയ സബോള കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സബോളയും നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ശരിക്കും വെന്ത് വന്നോളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാരറ്റ് ഇപ്പം ഇട്ട് കൊടുത്തത്. ഈ സമയത്ത് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റും സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ഒരു 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ഫുൾ ക്യാപ്സിക്കം എടുത്തിട്ടില്ല. ഒരു ചെറിയ ക്യാപ്സിക്കം ആണെന്ന് ഒരു ഹാഫ് ക്യാപ്സിക്കം എടുത്താൽ മതി കേട്ടോ. ഇത് ആക്ച്വലി കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം സ്പൈസ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്പൈസിനെസ് ഇനി കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പൂണ് കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ 1 സ്പൂണ് ക്രഷ്ഡ് റെഡ് ചില്ലി മതിയായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മിക്സഡ് ഹെർബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറ്റാലിയൻ മിക്സഡ് ഹെർബ്സ് ആണ്. 1 സ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇത് ഫ്രഷ്ലി ക്രഷ് ആയിട്ട് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്ക് ഇതിലേക്ക് ലൈം ജ്യൂസാണ് ഇടേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ലൈം ജ്യൂസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു പൊട്ടാറ്റോ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിൽ തന്നെ കിടന്നു സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ട് വേണ്ട, നിങ്ങൾക്ക് ഓൾറെഡി അല്ലെങ്കിൽ സ്മാഷ് ചെയ്തിട്ട് ഇട്ടാലും മതി. ഇതെല്ലാം പീസസ് ആയിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. 2 വിസിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് വെന്ത കാരണമാണ് നമ്മളിത് ലാസ്റ്റ് ഇട്ടത്.
നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്നും കുറച്ചൊന്ന് ചൂടാക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈമും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. ഇപ്പോൾ 1 കപ്പ് മാവുകൊണ്ട് നമുക്ക് 4 ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ബോൾസ് ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തില്ല, അതുപോലെ തന്നെ പരത്തിയെടുക്കാം. അധികം കട്ടിയും പാടില്ല, അധികം കട്ടി കുറയാനും പാടില്ല കേട്ടോ. ഇത് നമുക്ക് 2 വട്ടം നമ്മൾ കുക്കിംഗ് വരേണ്ടത്. നമുക്ക് എല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നല്ല എളുപ്പത്തിൽ വേഗം റെഡി ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ എല്ലാ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടാനായിട്ട് പാനിൽ ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. ഇതാദ്യം ഫുള്ളായിട്ട് നമ്മൾ വേവിച്ച് ചൂടണ്ട. ചെറുതായിട്ട് അടിയിൽ നിന്നൊരു പോളം വരാൻ തുടങ്ങില്ലേ, അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. 2 സൈഡും ആ പോളം വന്നതിന് ശേഷം നമുക്കത് എടുക്കാം. അത്രയും വേവിച്ചാൽ മതി. ഇതിന് നമ്മൾ പിന്നെ ഒന്ന് കുക്കിംഗ് ചെയ്യും. നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മൾ പൊട്ടാറ്റോ ഒക്കെ നന്നായി സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മുടെ ചപ്പാത്തിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പോളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് പോളം വന്നതിന് ശേഷം നമുക്ക് ഇതിന്ന് എടുക്കാം. ഇത് ഫുള്ളായിട്ട് വേവിക്കണ്ട കേട്ടോ. ഇത് ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം. നമുക്ക് ഇനി നമ്മുടെ ടാക്കോസ് ഫില്ലിംഗ് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇത് കാണാൻ, നിങ്ങൾക്ക് ചപ്പാത്തി നമ്മൾ ഫുള്ളായിട്ടൊന്ന് വേവിച്ചിട്ടില്ലേ, വേവ് കുറവ് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രേറ്റഡ് ചീസാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഹാഫിൽ മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ എന്നുവെച്ചാൽ ഇത് ഫോൾഡ് ചെയ്യും, അതുകൊണ്ടാണ് ഹാഫിൽ മാത്രം സ്പ്രെഡ് ചെയ്യാൻ പറയണേ. ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അതും ഹാഫ് പോർഷനിൽ മാത്രം ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്യാം. കണ്ടോ, ഇത് നമുക്ക് ഇനി എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മുടെ ടാക്കോസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പാനിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടാക്കോസ് ഇതുക്കി വെച്ച് കൊടുക്കാം. ഇപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള കുക്കിംഗ് നടക്കാൻ പോകുന്നത്. ഈ കുക്കിംഗ് ഒന്നും കൂടി നമ്മൾ ചൂടാക്കുമ്പോൾ അത് ഹാർഡാവും. അതിൻ്റെ ഔട്ടർ ലെയർ നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കാണാം. നമ്മൾ മൈദ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല, ഇത് ഇങ്ങനെ ചെയ്താലും നല്ല ഹാർഡായിട്ട് കിട്ടും. നിങ്ങൾ സാധാരണ നമ്മൾ ചപ്പാത്തി ഒന്നും കൂടി ചൂടാക്കുമ്പോൾ അത് ഹാർഡാവില്ലേ, അതുപോലെ തന്നെ ഇത് നല്ല ഹാർഡായിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയില്ല. അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും.
ചീസൊക്കെ ഉള്ളിലിട്ട് നന്നായി മെൽറ്റൊക്കെ ആവാൻ തുടങ്ങി. കാണാൻ പറ്റുമോ? നമ്മുടെ ചീസൊക്കെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മെൽറ്റായിട്ട് വരും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയോളാം. ഇതേ നമ്മുടെ ടാക്കോസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. കണ്ടോ, നല്ല ചീസി ആയിട്ടുള്ള ടാക്കോസ്, നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.